സെക്കൻഡ് ബോട്ടിൽ ട്രസ്റ്റ് യു ഗൈസ് കിട്ടില്ല സാധനമാണ്. സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ഗൈസ്. പിന്നെ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതേ ഹെയർ ഫോളിൻ്റെ റേഷ്യോ ഭയങ്കരമായിട്ട് കുറച്ചു ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോസ്മെരി വാട്ടർ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഞാൻ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞ് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇൻസ്റ്റ ഒന്നും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചേച്ചി എന്താ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഇടാമെന്ന് പറഞ്ഞിട്ട് ഇടാത്തത് എന്താന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഞാൻ പറയുന്നത്. അതായത് എനിക്ക് എങ്ങനെയാണത് ഓക്കെ ആണോ, അതോ എല്ലാവരും ഈ പ്രൊമോഷൻ മാത്രമേ ഉള്ളൂ, അതോ ആൽഫ് ഗുഡ്നെസ്സിന് അത്ര വലിയ ഹൈപ്പൊന്നും ഇല്ലേ, വെറുതെ എല്ലാവരും PR വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിനിങ്ങനെ ആൾക്കാരിലേക്ക് ഇങ്ങനെ മിസ്ലീഡിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരികയാണോ, അങ്ങനെ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പേഴ്സണലി എനിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എൻ്റെ റിസൾട്ട് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ ഇപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്ന് പറയട്ടെ, നമ്മുടെ വീഡിയോ കാണുന്നവരാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 99% ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ പറയുന്ന ഓരോ പ്രോഡക്റ്റും വന്ന് റിവ്യൂ ചെയ്തിട്ട് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ കൊണ്ടുവരുന്നത്. അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി സാധനമാണ്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിലിക്കൺ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, അതുപോലെ പാരബൻ ഫ്രീ ആണ് ഒക്കെ. അതായത് ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഇതാക്കിയിട്ടില്ല. അവർ റോസ്മെരി എക്സ്ട്രാക്ട് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല കിടില സാധനമാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് യൂസ് ചെയ്തിട്ട് പേഴ്സണലി ഭയങ്കര റിസൾട്ട് കിട്ടി. എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ സിസ്റ്ററിനായാലും എൻ്റെ സിസ്റ്ററിൻ്റെ മോൾക്കായാലും ഒക്കെ അവർക്കൊക്കെ ഭയങ്കര ഹെയർ ഫോൾ ആയിരുന്നു. അവർക്കൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ്. പിന്നെ നമുക്കിത് തലയിൽ അടിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു തണുപ്പാണ് കേട്ടോ. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്താൽ മതി. അപ്പം ഞാൻ ആഴ്ചയിൽ 2 തവണ തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷേ എനിക്കുണ്ടായ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജലദോഷം, അലർജി അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ രാത്രി യൂസ് ചെയ്തിട്ടാണ് ഞാൻ കിടന്നത്. അപ്പം രാത്രി യൂസ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ കിടക്കും. അപ്പോൾ എൻ്റെ ഈ തലയിൽ തന്നെ ഇങ്ങനെ ഇതാക്കി നിൽക്കുമല്ലേ. പക്ഷേ ആദ്യം തുടക്കക്കാരെന്ന നിലയിൽ നിങ്ങൾ അങ്ങനെ അല്ല യൂസ് ചെയ്യേണ്ടത്. ആദ്യമേ നിങ്ങളൊരു 1 മണിക്കൂറത്തേക്കൊക്കെ തലയിൽ വെച്ചിട്ട് പിന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയുക. പകൽ സമയത്ത് ഉപയോഗിക്കുക. അലർജി ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാം. റിസൾട്ടിൻ്റെ കാര്യം ഞാൻ പറയാം. റിസൾട്ട് വൈസ് സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ഗൈസ്. ഉറപ്പായിട്ടും ഞെട്ടിക്കുന്ന റിസൾട്ടാണ്. കാരണം ഞാൻ ഒരിക്കലും ഈ പ്രോഡക്റ്റിൽ നിന്ന് ഇത്രയും റിസൾട്ട് പ്രതീക്ഷിച്ചതേ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ വലിയ ഈ പറയുന്ന കണക്ക് പിന്നെ ഓരോരുത്തർക്കൊക്കെ പ്രൊമോഷൻ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നതായിരിക്കുമെന്ന് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ആ ധാരണ ശരിക്കും മാറി ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും റീയൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ഹെയർ ഫോളിൻ്റെ റേഷ്യോ ഭയങ്കരമായിട്ട് കുറച്ചു ഗൈസ്. എനിക്ക് ചെറുതായിട്ടൊന്നും പറഞ്ഞാൽ പോലെ ഭയങ്കരമായിട്ട് റേഷ്യോ കുറച്ചു. പിന്നെ അതായത് ഇത് എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഞാൻ ഈ സെക്കൻഡ് ബോട്ടിൽ ഇതാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവിടം വരെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള റിസൾട്ട് പറയുന്നത്. പക്ഷേ ആദ്യത്തെ ബോട്ടിൽ യൂസ് ചെയ്തപ്പം എനിക്ക് അങ്ങനെ ബേബി ഹെയർസ് വരുന്ന കണക്കൊന്നും തോന്നിയില്ല. പക്ഷേ സെക്കൻഡ് ബോട്ടിൽ യൂസ് ചെയ്തപ്പം ചെറുതായിട്ട് ബേബി ഹെയർസ് ഒക്കെ വരുന്ന കണക്ക് തോന്നി. എന്തായാലും ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു നീഡിലുണ്ട്. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ അടിച്ചു കൊടുക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കേജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നീഡിൽ ഇങ്ങനെ ഇതാക്കുമ്പോഴത്തേക്ക് നമ്മുടെ തലയിൽ നല്ലതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ വേറെ ഏറ്റവും വലിയ കൺവീനിയൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബോട്ടിൽ വന്നേക്കുന്നുണ്ട്. ആരുടെയും ഹെൽപ്പില്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. എനിക്ക് നോർമലി ഭയങ്കര ഹെയർ ഫോൾ ഉള്ള ഒരാളായിരുന്നു. ഹെയർ ഫോൾ എന്ന് വെച്ചാൽ ചെറിയ ഹെയർ ഫോൾ ഒന്നും അല്ല, ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയൊക്കെ ചെയ്ത് ഞാൻ പിന്നെ ഡോക്ടറിനെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്ത് കുറേ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നോക്കി. എനിക്ക് ഒന്നിനും റിസൾട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു ചെറിയ സാധനം ആദ്യമേ ഞാൻ ഇതുപോലുള്ളൊരു ചെറിയ ബോട്ടിലാണ് 100 സംതിങ് രൂപ എങ്ങാണ്ട് അത്ര എങ്ങാണ്ടേ ഉള്ളൂ. ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്.
സെക്കൻഡ് ബോട്ടിലും ഞാൻ അങ്ങനെ തന്നെയാണ് വാങ്ങിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സാമ്പിൾ എന്ന രീതിയിൽ വാങ്ങിച്ച് യൂസ് ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്നെ ഞെട്ടിച്ചു ഗൈസ്. അപ്പം നിങ്ങളിത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ഒന്നെങ്കിൽ പകൽ സമയത്ത് നിങ്ങൾ തലയിൽ സ്പ്രേ ചെയ്ത് വെക്കുക. ആദ്യം യൂസ് ചെയ്യുമ്പോൾ 1 hour വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. പിന്നെ അതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് പോകുമ്പം നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം കേട്ടോ. 2 എന്നുള്ളത് 3 4 ഒക്കെ വെട്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീൻസ് ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഡെയിലി യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം ഞാൻ വീക്ക്ലി ട്വൈസ് ആണ് യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി റിസൾട്ടാണ്. ഹെയർ ഫോൾ നല്ലതുപോലെ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേബി ഹെയർസ് വരുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ബോട്ടിലൊന്നും ബേബി ഹെയർസ് വരുത്തൊന്നുമില്ല. സെക്കൻഡ് ബോട്ടിൽ ട്രസ്റ്റ് യു ഗൈസ്, കിട്ടില്ല സാധനമാണ്. ഇതിനെക്കുറിച്ചൊരു പ്രധാന കാര്യം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിരുന്നു, ഭയങ്കര ഫ്രിസി ഹെയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും മാനേജബിൾ അല്ലായിരുന്നു. അപ്പോൾ ഈ ആൽഫ് ഗുഡ്നസിന് റോസ്മേരി വാട്ടർ യൂസ് ചെയ്തപ്പോൾ സത്യം പറയില്ല, ഞാൻ ഹെയർ സെറം യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും, എന്നാലും എൻ്റെ മാനേജബിൾ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഭയങ്കര മാനേജബിൾ ആക്കി. അതാണ് എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആൽഫ് ഗുഡ്നസ് റോസ്മേരി വാട്ടർ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ നോക്കുക. എന്നിട്ട് മാത്രം ഇങ്ങനത്തുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടൂ. അല്ലാതെ നിങ്ങൾക്കൊരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാതെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടോ റിസൾട്ട് കിട്ടില്ല, ഇത് ഫേക്ക് പ്രോഡക്റ്റ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആർക്കൊക്കെയാണ് റിസൾട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്ത് കണ്ടീഷൻ വൈസ് നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരാൾക്ക് മാത്രമാണ് ഇത് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പം എനിക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒന്നും ഇല്ല, അതുകൊണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട.